നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷെഫീറും മകളായ മെഹറിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരെയും കാണാതായ സംഭവമായിരുന്നു അത് കഴിഞ്ഞിട്ട് ധാരാളം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, മെഹറിൻ എവിടെ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ എവിടെ വരെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് ധാരാളം പേര് കമൻസൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. തിരൂരങ്ങാടിയിലെ പടിക്കൽ എന്ന സ്ഥലത്ത് നിന്നും കാണാതായവരാണ് ഷെഫീറിന് ചെന്നൈയിൽ ബിസിനസ്സായിരുന്നു, മകള് മെഹറിനും. അപ്പം അവരെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഓരോ ദിവസവും നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, മോളെ തിരിച്ചു കിട്ടിയോ, സംഭവങ്ങളൊക്കെ ഇതുവരെ എത്തി, അന്വേഷണങ്ങൾ എവിടം വരെ ആയി. ഓരോ ദിവസവും അവരുടെ ആഗമനം പ്രതീക്ഷിച്ച് ഷെഫീറിൻ്റെ കുടുംബം നേറി ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് ഇവരെ കാണാതായത്. പോലീസ് ഇതിനെപ്പറ്റി ഷെഫീറിൻ്റെ വീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തുവെങ്കിലും പിന്നീട് ഊർജിതമായിട്ടുള്ള അന്വേഷണം ഇല്ല എന്ന് തോന്നിയതിനാൽ സ്ഥലം MLAക്ക് കത്തെഴുതുകയും അതിനുശേഷം മുഖ്യമന്ത്രി ഇടപെട്ടതുകൊണ്ട് അന്വേഷണവും പ്രവർത്തനവുമൊക്കെ ഊർജിതപ്പെടുത്തുകയും ചെയ്തതായിട്ടായിരുന്നു അറിവ്. അതുപോലെ അത് കഴിഞ്ഞിട്ട് പോലീസ് സംഘം പശ്ചിമ ബംഗാളിൽ പോയി അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അവിടെ ഒന്നും അവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. ഷെഫീറും കുഞ്ഞും പോയതിന് ശേഷം അവസാനമായിട്ട് അവരെ കണ്ടത് കൊണ്ടോട്ടിയിലെ കുളത്തൂരിലുള്ള കൈരളി ലോഡ്ജിൽ. അതിലെ CCTVയിൽ ഇവരുടെ ദൃശ്യങ്ങൾ വന്നിരുന്നു. അന്ന് ഷെഫീറിൻ്റെ കൂടെ ഒരു ബംഗാളി പെണ്ണും ഉണ്ടായിരുന്നതായിട്ടാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും അവരെ അവിടെ കൊണ്ടുവിട്ട ഓട്ടോക്കാരിൽ നിന്നുമൊക്കെ പല അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പോലീസ് പശ്ചിമ ബംഗാളിൽ പോയി അന്വേഷണം നടത്തിയത്. പശ്ചിമ ബംഗാൾ സ്വദേശി ആയിരുന്നു കൂടെ ഉണ്ടായിരുന്ന പെണ്ണായ സജിത ചാറ്റർജി എന്നുള്ള സ്ത്രീ എന്ന് പറയുന്ന. അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിച്ചു. ഈ സ്ത്രീ വന്നിട്ട് സ്വന്തം ഭർത്താവുമായി പിണങ്ങി കഴിയുന്ന ഒരു സ്ത്രീയാണ്. കൂടാതെ അവർക്ക് 4 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞുമുണ്ട്. ഈ കുഞ്ഞിനെ കൊണ്ടായിരുന്നു അവർ ആ ലോഡ്ജിൽ വന്നതായിട്ടായിരുന്നു അറിയുന്നത്. അതുപോലെ സാമ്പത്തികമായി വളരെ താഴെ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഇവരുടേത് എന്ന് ഈ ചാറ്റർജി കുടുംബം എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അവരെ കണ്ടതായിട്ട് പറയുന്ന സ്ഥലം കോഴിക്കോട്ട് രാമനാട്ടുകരയിൽ നിന്നും അവർ ബസ് കയറി പുതിയങ്ങാടിയിൽ ബസ് ഇറങ്ങുന്നത് ഒരു CCTVയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദൃശ്യമായിട്ട് നോക്കിയപ്പോഴാണ് അവസാനമായിട്ട് ഇവരെ ഇവിടെ വെച്ചിട്ടാണ് കാണുന്നത്. പിന്നെ അവർ അവിടെ നിന്നും എവിടെ പോയി എന്ന് ആർക്കും ഒന്നും അറിയില്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ പിന്നീട് അറിയാനായിട്ട് സാധിച്ചു. അവർ കോഴിക്കോട് നിന്ന് പോയി ഏതാണ്ട് 10 മണിക്കൂർ കഴിഞ്ഞ് എത്തിയത് മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് അറിയാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ, ഇവർ പോയിട്ട് 10 മണിക്കൂറിന് ശേഷം, അത് കഴിഞ്ഞതിന് ശേഷം മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനിൽ അടുത്തുള്ള ഒരു ATM കൗണ്ടറിൽ നിന്നും കുറേ ക്യാഷ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ അവിടെ പോയിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് അനുമാനിക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും അവർ പോയത് ഫ്ലൈറ്റിൽ തന്നെ ആയിരിക്കും. കാരണം ട്രെയിനിൽ പോയാൽ എന്തായാലും 10 മണിക്കൂറിൽ മുംബൈ എത്തുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ, മുംബൈയിലെ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള ഒരു ATM കൗണ്ടർ, ആ ഒരു ലൊക്കേഷനാണ് അവസാനമായിട്ട് അവർ എവിടെ എന്ന് അറിയാനായിട്ട് സാധിച്ചത്. പിന്നീട് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും ഇതുവരെയും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല. കൂടാതെ വെറും ഒരു 6 മാസത്തെ ബന്ധം മാത്രമാണ് ഈ സജിത ചാറ്റർജിയുമായിട്ട് ഷെഫീറിന് ഉള്ളത് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അതുപോലെ തന്നെ ഇതിനെ സംബന്ധമായിട്ടുള്ള അന്വേഷണം ചെന്നൈയിലും ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ഇത്രയുമാണ് ഷെഫീറിനെ മെഹറിനെയും കുറിച്ചിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ്, പുതിയതായിട്ട് കിട്ടിയ അപ്ഡേറ്റ്. തുടർന്ന് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ലഭിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.